പക്ഷെ അതൊന്നും നമ്മുടെ പ്രാണനെ തൊടാതെ സ്തോത്രം ചെയ്യുന്നു. നമ്മളെ മുന്നോട്ട് ആളായിരിക്കുന്ന നമ്മുടെ യാത്രയെ തടുക്കാതെ നമ്മളെല്ലാം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ കൊണ്ടുപോകുന്ന നമ്മുടെ ദൈവമാണ്. പലരും പല ആക്സിഡന്റിലൂടെ കടന്നുപോയി. പക്ഷെ നമ്മളെ കേട്ടില്ലേ, ആക്സിഡന്റ് സംഭവിച്ചെങ്കിലും അവിടെ താങ്ങിയ ഒരു കരം ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളും നടുവിലും സ്തോത്രം ചെയ്യുന്നു. പ്രതികൂലങ്ങളിലൂടെ വൈരിയുടെ മുമ്പിൽ നിൽക്കാത്ത ആരും നമ്മുടെ സഭയിലില്ല. ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ വൈരിയുടെ മുമ്പിൽ നമ്മൾ നിന്നവരാണ്. പക്ഷെ ആ വൈരി പരാജയപ്പെടുമാർ ദൈവത്തിന്റെ കരം നമ്മളോട് കൂടെ നമ്മുടെ ആരും വിടുന്നില്ല. ദൈവത്തിന്റെ കർത്താവിന്റെ മഹാ കരുണയാണോ, നമ്മുടെ ആരുടെയും വിശ്വസതയൊന്നുമല്ല, ദൈവത്തിന്റെ ദയ. അങ്ങനെയെങ്കിൽ നമുക്ക് നിറഞ്ഞ മനസ്സോടെ നമ്മുടെ സ്തോത്രം ചെയ്യാം. സ്വന്തം ദൈവത്തെ നമുക്ക് വിളിച്ചു പറയാം, കർത്താവേ നിന്റെ വൈരിയുടെ കയ്യിൽ നിന്ന് എന്നെ വിളിച്ചത്. വേറെ ആരുമല്ല കർത്താവ്, ഒരു മനുഷ്യന്റെ കരമല്ല ഇത് നമ്മുടെ മുമ്പിൽ വൈരികളുണ്ട്. 2025 കാലെടുത്ത് വെക്കുമ്പോഴും സ്വന്തം നിന്റെ മുമ്പിൽ പല വഴികളും അടഞ്ഞു നിൽക്കുക. പലതും ചോദ്യചിഹ്നമായി നിൽക്കുക. എന്നാൽ ഇന്ന് രാത്രി ഒരു കാര്യം ഞാൻ വിളിച്ചു പറയാം, ഈ 2025 നീ കാലെടുത്ത് വെക്കുന്ന ഈ മിനിറ്റിൽ കേൾക്കുന്ന ദൈവശബ്ദം നിന്റെ മുമ്പിലുള്ള ചില വഴികളെ തുറക്കുവാൻ വേണ്ടിയല്ല. നിന്റെ മുമ്പിൽ അസാധ്യമെന്നോ കഴിഞ്ഞ വർഷം മുഴുവൻ അസാധ്യമെന്ന് പറഞ്ഞതായിരിക്കുന്ന വെല്ലുവിളിച്ച മണ്ഡലങ്ങളെ സ്തോത്രം ചെയ്യുന്നു. അതിന്റെ നടുവിൽ പുതിയ വഴിയെ ഒരുക്കുവാൻ നമ്മുടെ ദൈവം ഇന്ന് രാത്രിയിലും മതിയായ ദൈവമാണ്. അങ്ങനെയെങ്കിൽ വിളിച്ചു പറ ഹല്ലേലൂയ. ഉന്നം വെച്ച വൈരിയിൽ മണ്ണിന്റെ മുമ്പിൽ പതറാതെ ഹല്ലേലൂയ, മണ്ണിന്റെ മണി പോലെ എന്നെ സൂക്ഷിച്ച 2025 എന്നെ കരം പിടിച്ച് നടത്തുന്നതായിരിക്കുന്ന എന്റെ കർത്താവിന്റെ കരങ്ങളിൽ ഞാൻ എന്നെ സമർപ്പിക്കുക. ഹല്ലേലൂയ. അവൻ നമ്മളോട് പറഞ്ഞ വാക്യങ്ങൾ എത്ര വലുതാണ്. നമ്മുടെ തലമുറയോട് പറഞ്ഞു, നമ്മുടെ കുടുംബത്തോട് പറഞ്ഞിരിക്കുന്ന, ദൈവസഭയോട് പറഞ്ഞിരിക്കുന്ന വാക്തത്വങ്ങളെല്ലാം ഇന്ന് രാത്രിയിൽ ഓർത്തുകൊണ്ട് 2015 നമ്മുടെ കർത്താവിന് നമുക്ക് നന്ദി പറയാം. എല്ലാ പ്രശംസയും നമ്മുടെ കർത്താവിന്, എല്ലാ മഹത്വവും നമ്മുടെ കർത്താവിന്. കാരണം ഈ 2025 കൊണ്ടുപോകുന്ന നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. നാം വെറുതെ വന്നിരിക്കുകയില്ല, ദൈവം പറഞ്ഞ വാക്തത്വത്തിലാണ് നമ്മൾ കാലെടുത്ത് വരുന്നത്. അങ്ങനെയൊക്കെ ദൈവത്തോട് വിളിച്ചു പറഞ്ഞ കർത്താവ് 2025 എന്നെ കൊണ്ടുവന്ന സ്വന്തം എന്നെ ഈ 2025 കാണാൻ അനുവദിക്കുന്നില്ലെന്ന് എന്റെ വൈരികൾ എനിക്കെതിരെ നിന്നപ്പോൾ, രോഗമായി വന്നപ്പോൾ, ആക്സിഡന്റായി വന്നപ്പോൾ, അങ്ങനെ പല പല പ്രതിസന്ധിയിലൂടെ എനിക്കെതിരെ കടന്നു വന്നപ്പോൾ ആ വൈരിയെല്ലാം തുടച്ചു മാറ്റിക്കൊണ്ട് ഈ 2025 എന്നെ കൊണ്ടുവന്ന എന്റെ കർത്താവിന്റെ നാമത്തിൽ രാത്രി ഞാൻ സന്തോഷത്തോടെ ഉയർത്തുക. നമുക്കൊരു വിഷയം പാട്ട് നമുക്ക് ധ്യാനിച്ചു പാടി നിറഞ്ഞ മനസ്സോടെ ഹല്ലേലൂയ. ഈ ആരാധനയിൽ ഞാൻ വളരെ വ്യക്തമായിട്ട് ആത്മാവിൽ വിളിച്ചു പറയുക, സ്തോത്രം ചെയ്യുന്നു. ഈ മണിക്കൂർ സ്തോത്രം മിനിറ്റുകൾ നാം ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്റെ മുമ്പിൽ 2020 സ്തോത്രം ചെയ്യുന്നു. നാലിന്റെ തുടക്കം മുതൽ ഈ അവസാനം വരെ സ്തോത്രം നിന്റെ മുമ്പിൽ അടഞ്ഞ വഴികളെ ഇന്ന് രാത്രി തുറക്കുവാൻ ദൈവം വിശ്വസനാണ്. പുതിയ വഴിയെ ദൈവം വിശ്വസനാണ്. അവന്റെ രക്തഴിച്ചതിന്റെ സന്തോഷത്തിലേക്ക് ഈ 2025 പ്രാരംഭ മിനിറ്റുകളിൽ തന്നെ കൊണ്ടുവരുവാൻ ദൈവം ശക്തനാണ്.
നാമമേ വിശ്വാസത്തോടെ എനിക്കെതിരായ നൂറായിരത്തിന് ഫലിക്കത്തില്ല. ആയുധം ഫലിക്കില്ല. എനിക്കെതിരായി വരും ആയുധം ഫലിക്കില്ല.
കരങ്ങളെ പിടിച്ച് 2025 കൊണ്ടുവന്നതിനാണ് കർത്താവിന് നന്ദി പറയുന്നത്. നന്ദി പറയുന്ന കർത്താവേ, അർബന്റെ മുകളിൽ ഏലിയ ഒറ്റക്കാണ്. എന്നാൽ ദൈവാത്മാവ് ഒരു കാര്യം വിളിച്ചു പറഞ്ഞു, ബാലിനും മുട്ടുമുടക്കാത്ത ഹല്ലേലൂയ, ബാലിനും മുട്ടുമുടക്കാത്ത ഹല്ലേലൂയ. ആ മെച്ചരത്തിന് ദൈവം മാറ്റി കർത്താവ് ഈ ദിവസങ്ങളിൽ നമ്മളോട് വ്യക്തമായി സംസാരിച്ചു. ആമേൻ സ്തോത്രം. വെളിപ്പാടെന്ന് പറയുന്നത് ദൈവം മറച്ചു വെച്ചിരിക്കുന്നത്, അത് ദൈവം വെളിപ്പെടുത്തുന്നത് തന്റെ ദാസന്മാർക്കാണ്. അതിനുവേണ്ടി കരയുന്നവരുടെ മുമ്പിലാണ്, അതിനുവേണ്ടി നിലവിളിക്കുന്നവരുടെ മുമ്പിലാണ്. ഇന്ന് രാത്രി ആകെ 2025 ഞാൻ നിങ്ങളെ കാലുകുത്തുമ്പോൾ കർത്താവ് ഇന്ന് രാത്രി ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. നീ വെളിപ്പാടോടെ കാലെടുത്ത് വെക്കണം, വെളിപ്പാടോടെ കാലെടുത്ത് വെക്കണം. ആമേൻ. 2025 എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ദൈവസഭയിൽ എന്ത് സംഭവിക്കുമെന്ന് ലോകമല്ല പറയുന്നത്. ആമേൻ. ദൈവത്തെ അറിയാത്ത മനുഷ്യരല്ല പറയുന്നത്. ആമേൻ സ്തോത്രം. നമ്മുടെ നാവ് കൊണ്ട് വിളിച്ചു പറയണം. അല്ലെങ്കിൽ പൗലോസ് പറയുക, ആമേൻ സ്തോത്രം, ഞാനൊരു വെളിപ്പാട് അനുസരിച്ചാ പോകുന്നത്, ഞാനൊരു വെളിപ്പാട് അനുസരിച്ചാ പോകുന്നത്. യേശുവിന്റെ നാമത്തിൽ
2025 ഞാൻ നിങ്ങൾ പറഞ്ഞത് മനുഷ്യൻ പറഞ്ഞ പല വാക്കുകളും നമ്മുടെ നാവുകൊണ്ട് നമ്മൾ അവിശ്വാസത്താൽ വിളിച്ചു പറഞ്ഞു, നമ്മളെ കൊണ്ട് വിശ്വാസിപ്പിച്ചു പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ 2025 പ്രാരംഭ ദിവസം തന്നെ വിളിച്ചു കൊള്ളാം. എന്റെ ജീവിതത്തിൽ നാളെ എന്താ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്, എന്റെ കുടുംബത്തിൽ, എന്റെ തലമുറയിൽ, ദൈവസഭയിൽ മറന്നേക്ക് കാണിക്കുന്നതാണ്. ദൈവം തന്റെ ദാസനെന്ന് മറന്നേക്ക് കാണിച്ചതുപോലെ ഇന്ന് രാത്രി ദൈവങ്ങളുടെ മുന്നിൽ ചില മറകളെ നീക്കി കാണിച്ചിരിക്കുക. നാളെ എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്, ഈ 2025 എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. ആമേൻ 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 ആമേൻ. നമ്മുടെ ദൈവ സാന്നിധ്യം ദൈവസ്ഥല കാര്യങ്ങളെ കണ്ടാവേ വചനം പറയുന്നു. യോഗന്നാൽ ആമേൻ പത്മോസിൽ കിടക്കുകയാണ്. ഹല്ലേലൂയ. 2024 പത്മോസ് ആയിരുന്നെങ്കിൽ 2025 ദൈവം പത്മോസിൽ ദൈവം ചിലത് മറച്ചു വെച്ചതിന് കാണിച്ചു തരാൻ അത് അടുത്ത ദിവസമല്ല, ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലത് വ്യക്തമായി കാണിച്ചു തരികയാണ്. ദൈവാത്മാവ് ചില വ്യക്ത ശബ്ദം കേൾപ്പിക്കുക ഇന്ന് രാത്രി. ഹല്ലേലൂയ. ആമേൻ. ഊഹാപോഹത്തിലല്ല, ആമേൻ സ്വന്തം ചെയ്ത കർത്താവിന്റെ ആത്മാവിന്റെ രാത്രി വളരെ വ്യക്തമായി വിളിച്ചു പറയുക. 2024 നിന്റെ ജീവിതത്തിൽ പത്മോസായിരുന്നെങ്കിൽ ആമേൻ ആ പത്മോസ് 2025 പത്മോസല്ല. ആമേൻ 2024 ആ പത്മോസിൽ ദൈവം എന്തിനു വേണ്ടി കടത്തിവിടുന്നുവോ അവൻ മറച്ചു വെച്ച കാര്യം ദൈവം 2025 കാണിക്കുകയും അത് നൽകുന്നതായിരിക്കും ദിവസങ്ങളാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ പത്മോസിലൂടെ കടത്തിവിട്ടെങ്കിൽ ഈ 2025 ആമേ സ്തോത്രം ഈ ആദ്യ മിനിറ്റുകളിൽ പറയുക ദൈവം ചില വെളിപ്പാടുകൾ ദൈവത്തിനെ കാണിക്കുക. അവൻ ചില വ്യക്തമായി ദൈവശബ്ദത്തിനെ കേൾപ്പിക്കുക. അവൻ 2025 പത്മോസല്ല, അവൻ ദൈവം മറച്ചു വെച്ചത് എന്നെ കാണിക്കുകയും അത് ചിലതിലേക്ക് പകർന്നു കൊടുക്കുവാനും ചില അവകാശങ്ങൾ നേടിയെടുക്കുവാനും ചക്രവർത്തി പറഞ്ഞില്ലെന്നറിയാമോ? ഈ പത്മോസിനാരും പറഞ്ഞത് എന്നാൽ നമ്മളെല്ലാം നിരത്തി പറഞ്ഞൊരു സാക്ഷികളുണ്ട്. അവൻ നമ്മുടെ മുമ്പിലെല്ലാം പത്മോസിലൂടെ നമ്മൾ കടന്നു പോയത്. എന്നാൽ ഈ പത്മോസിൽ നിന്ന് ഈ 2025 കാലെടുത്തുള്ള ആളെ കാണുന്നുണ്ട്. അവൻ പത്മോസിനെ തകർത്ത് കളഞ്ഞില്ല. ഈ പത്മോസിൽ നിന്ന് ഇല്ലായ്മപ്പെട്ടു പോയില്ല. എന്റെ വിശ്വാസം ചോർന്നു പോയില്ല. എന്റെ കാലിടറാൻ ദൈവം സമ്മതിച്ചില്ല. അവൻ എന്റെ വിശ്വാസം പോകാൻ ദൈവം അനുവദിച്ചില്ല. അതിനു വേണ്ടിയാ ദൈവത്തിന് വലിയ പദ്ധതിയിലാണ് ദൈവം നമ്മുടെ 2025 ദൈവഗുണമില്ലാതൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ 2025 നമ്മുടെ ജീവിതത്തിൽ ദൈവം മറച്ചു വെച്ച് നമ്മുടെ മുമ്പിൽ കാണിക്കുക. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കർത്താവിന്റെ ആത്മാവ് വളരെ വ്യക്തമായി ഹല്ലേലൂയ ആമേൻ ആമേൻ നമ്മൾ പാടിയില്ലേ എല്ലാം മുട്ടും മുടങ്ങും. നമ്മുടെ കുടുംബത്തിന്റെ നാളെല്ലാം കർത്താവിന്റെ മുമ്പിൽ മുട്ടും മടക്കാതിരിക്കുന്നു. ഈ 2025 ആ മുട്ടൊക്കെ കർത്താവിന്റെ നാമത്തിൽ മടങ്ങാൻ വേണ്ടി പോവുകയാണ്. ആമേൻ ആമേൻ. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി കർത്താവ് വളരെ വ്യക്തമായിട്ട് ചിലതോട് സംസാരിക്കുക. ആമേൻ. അവൻ പറയുന്നു വിശ്വസിച്ചാൽ ഈ ദൈവത്തിന്റെ മഹത്വം. നമ്മുടെ ആരുടെ അഭ്യാസം കൊണ്ടും അല്ല ആരും ആ ദൈവസന്നിധി വരാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ആരുടെ കഴിവുകൊണ്ടല്ല. വചനം പറയുന്നു ആമേൻ. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ആ ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് ദൈവ സാന്നിധ്യം മടങ്ങി വരുമ്പോൾ വ്യക്തിയുടെ രൂപാന്തരം ഉണ്ടാവും. ആമേൻ. ചിലരുടെ കണ്ണുകൾ തുറയപ്പെടും. ആമേൻ ആമേൻ. ശീലാസ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ അവരാരും പത്രോസ് യോഹന്നാനും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ തിരുവനന്തപുരം ഇങ്ങനെ വായിക്കുക. ഹല്ലേലൂയ. അവരാരും ചിന്തിച്ചതല്ല ആ കാരാഗ്രഹത്തിൽ അവരെ കൊണ്ടുകിട്ടത്. ആ കാരാഗ്രഹത്തിന്റെ വാതിലിൽ തുറന്ന് ദൈവം ഹല്ലേലൂയ ചങ്ങലകളെ പൊട്ടിച്ച് വെളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു സംഭവം നടന്ന് അവരാരും ചിന്തിക്കാത്തൊരു കാര്യമാണ്. കാരാഗ്രഹ പ്രമാണം മരിക്കാൻ വേണ്ടി അമ്മയെ തുനിയുകയാണ്. അമ്മേ നമ്മളുടെ ഞെട്ടിപ്പോകുന്നൊരു സംഭവം നടന്നത്. എന്തിനാ ഇവരെ കാരാഗ്രഹത്തിൽ ദൈവം കൊണ്ടുപോയത്? ഹല്ലേലൂയ. ആമേ. കാരാഗ്രഹ പ്രമാണി അവർക്കെതിരായി നിന്നത് നിമിഷ നേരത്തിൽ എന്താ നമ്മൾ കണ്ടത്? ആമേ സ്വന്തം അവർക്ക് ദൈവത്തിന്റെ ദൂതൻ അവരെ പുറത്തു കൊണ്ടുവന്ന് നിർത്തി. ദൂതൻ മാറിക്കഴിഞ്ഞപ്പോ ആമേ സ്വന്തം തന്റെ ദാസന്മാർക്ക് ഒരു കാര്യമുണ്ട്. കാരാഗ്രഹ പ്രമാണി അവരുടെ വാളുകൊണ്ട് അവരെ തന്നെ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. ഹല്ലേലൂയ. അവനവിടെ ദൈവദാസൻ പറഞ്ഞൊരു കാര്യമുണ്ട്. നിനക്കൊരു ദോഷവും ചെയ്യരുത്. ആമേ സ്വന്തം ചെയ്യുന്നു. ആമേൻ ആമേൻ. ശിക്ഷിക്കുവാനും രക്ഷിക്കുവാനും അധികാരമുള്ളവർ എന്ത് ചെയ്യുക? രക്ഷ പ്രാപിപ്പാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുക. ഇതിന്റെ അകത്ത് വന്നിരിക്കുന്ന നിങ്ങളോട് ദൈവം സംസാരിക്കുന്നത് യേശുവിന്റെ നാമത്തിൽ നിനക്കെതിരായി നിന്ന് ചിലതിന്
അവൻ ദൈവത്തിന്റെ സ്തോത്രം മുമ്പിൽ മുഴങ്കാലം മടക്കുവാൻ കർത്താവ് അവൻ 2025 ദൈവാത്മാവ് ഇടയാക്കി വേണ്ടി പോവുകയാണ്. അവൻ സ്ഥിതി മാറ്റുന്നത് ദൈവം അവതരം പറയുന്നു. ദൈവം തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ അവൻ യാക്കോബ് സന്തോഷിക്കും, ഇസ്രായേൽ ആനന്ദിക്കും. 2025 അവൻ സഭയുടെ സ്ഥിതി മാറ്റുന്നത് ദൈവമാണ്, കുടുംബത്തിന്റെ സ്ഥിതി മാറ്റുന്ന ദൈവമാണ്, തലമുറയുടെ സ്ഥിതി മാറ്റുന്നത് ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നമ്മളോട് സംസാരിക്കുന്ന ദൈവജനത്തിനോട് അവൻ വളരെ വ്യക്തമാണ് ദൈവം പറയുക. അവൻ ഒരു മൂന്ന് വാതിൽ ദൈവം തുറന്നു ചെയ്യുക. 3 വാതിൽ. അത് നന്മയുടെ വാതിലാണ്, അത് വാഗ്ദത്തത്തിന്റെ വാതിലാണ്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അത് 2026 ഈ 2025. ഹല്ലേലൂയ. അവനെ വന്നിരിക്കുന്ന ചില പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവം 3 വാതിൽ തുറന്നു ചെയ്യുക. ഹല്ലേലൂയ. ആ വെളിപ്പാടുകളെ കാണുക, ആ ദർശനങ്ങളെ കാണുക, ആ വെളിപ്പാടുകളെ കാണുക, ആ നമ്മെ പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ സകലവരവരവ ജീവനമാണ്, അക്ഷരവരവ ജീവനമാണവ ഏകജനം വരവരവ സകലനാമകേവ ജീവനമാണ് ദൈവം നമുക്ക് വേണ്ടി ചിലത് അടച്ചു വെച്ചിട്ടുണ്ട്. അത് പിശാച് അടച്ചേക്കണമല്ല, ദൈവം അടച്ചതാണ്. ദൈവം അടച്ചത് ദൈവം തുറന്നതാണ്. അന്യഗ്രഹം ദൈവം അടച്ചതാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം തുറന്നു. ഹല്ലേലൂയ. വചനം പറയുന്നു, പിന്നെ അവളുടെ മുഖം പാടിയിട്ടില്ല. ഹല്ലേലൂയ. പിന്നെ അവളുടെ മുഖം പാടിയിട്ടില്ല. എന്നാൽ 3 വാതിൽ കാണിക്കുക, അത് ദൈവം അടച്ചതാ. ദൈവം തന്നെ തുറക്കുകയാണ്. ഹല്ലേലൂയ. രാത്രി ആമേൻ ആമേൻ ആ വെളിപ്പാട് ഞാൻ കാണട്ടെ. ആ വെളിപ്പാട് ഞാൻ കാണട്ടെ. വ്യക്തമായിട്ട് പറയുന്നത്, നിങ്ങൾ ആ വാതിലിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവമല്ല, ദൈവം നിങ്ങൾ പോലെ കാണാത്ത വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറക്കുകയാണ്. എന്നാൽ ആ ദൈവം തുറന്ന വാതിലേക്ക് നിന്റെ കണ്ണിനെ ദൈവാത്മാവ് തിരിക്കുന്ന രാത്രിയിലേക്ക് നിന്റെ നോട്ടമാണ് ദൈവം തുറന്നിലേക്ക് നോക്കുവാൻ, ദൈവം ഒരിക്കലിലേക്ക് നോക്കുവാൻ വചനം പറയുന്നു. അതിലേക്ക് നമ്മളെ സഹായിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. രാത്രി കർത്താവ് വ്യക്തമായിട്ട് പറയുക, ആ വാതിലിന്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി തുറക്കുന്ന വാതിലല്ല. ആ വാതിൽ പോലും നിങ്ങൾ കണ്ടിട്ടില്ല. ആ വാതിലിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു വെളിപ്പാടുമില്ല. എന്നാൽ ദൈവം അത് മറച്ചു വെച്ചതാണ്. ഇന്ന് രാത്രി ദൈവം അത് തുറക്കുക. എന്നിട്ട് എന്താ ചെയ്യുന്നത്? അത് കാണാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ കണ്ണ് അതിലേക്ക് തിരിക്കുക. അത് കാണാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ കണ്ണ് ആ ദിശയിലേക്ക് തന്നെ തിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി കർത്താവ് ആ ദൈവത്തിന്റെ ഇടപെടല്, ഹല്ലേലൂയ, ആ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തി, ഹല്ലേലൂയ, ഇന്ന് ഇതിനകത്ത് വന്നിരിക്കുന്ന കർത്താവേ ഞങ്ങളെ ദൈവം ചെയ്യുന്നതിനായി തിരുമേനിക്ക് നന്ദി പറയുന്നു. നന്ദി പറയുന്നു. നന്ദി പറയും, 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 നന്ദി പറയുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങളിലേക്ക് നന്ദി പറയുന്നു. ഒരിക്കലൂടെ നമ്മൾ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം നിറഞ്ഞ മനസ്സോടെ നമുക്ക് സന്തോഷത്തോടെ പ്രകടനം നമുക്ക് നന്ദി പറയുന്നു. നമ്മൾ 2025 കാലെടുത്ത് വെച്ചു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആമേൻ. 2000 എന്ത് സംഭവിക്കുമെന്ന് ദൈവം ചില വാതിൽ ദൈവം തുറന്നു കാണിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആമേൻ. കർത്താവ് നമ്മളെ പോകുന്ന ദൈവ സാന്നിധ്യത്തിനായി നന്ദി പറയാം. ദൈവം നമ്മളോട് ഇടപെടുന്ന ദൈവത്തിന്റെ ദൂതുകൾക്കായി നമുക്ക് നന്ദി പറയാം. ദൈവം നമ്മളെ കേൾപ്പിക്കുന്ന കർത്താവിന്റെ വചനത്തിനായി നമുക്ക് നന്ദി പറയാം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആമേൻ. ആമേൻ. വചനം പറയുന്നു, അവൻ അതതിന്റെ സമയത്ത് എല്ലാം ഭംഗിയായി ചെയ്യുന്ന ദൈവം. യോഹന്നാൻ പത്മോസിൽ കിടക്കുമ്പോൾ ആമേ സ്വതം അവരെ വിട്ടവർക്ക് ആർക്കും അറിയത്തില്ല. പക്ഷെ ആമേ സ്വതം ചക്രവർത്തി വിടാനുള്ള കാരണം ദൈവം അനുവദിച്ചതുകൊണ്ടാണ്. എന്നാൽ ദൈവം എങ്ങനെയാ പറയുന്നത്? കർത്തൃ ദിവസത്തിൽ യോഹന്നാൻ ആത്മവിവശനായി.
അവിടെ യോഹന്നാൻ പത്മോസ് സംഭവിച്ചൊരു കാര്യമുണ്ട്. ദൈവം എന്തിനു വേണ്ടി തന്നെ അവിടെ കൊണ്ടുവരുന്നുവോ ആ ദൈവിക പദ്ധതിയിലേക്ക് അവനെ ദൈവാത്മാവ് ഉദ്യമപ്പിക്കുവാനിടയായി. അപ്പോൾ എന്താ സംഭവിച്ചത്? അവയെ സ്വന്തം താൻ കർത്താവിനെ കാണുവാനിടയായി. ദൈവം തുറന്നത് അവ ദൈവിക വെളിപാട്. അവയെ സ്വന്തം നഗ്ന നേതൃത്വങ്ങൾ കാണാൻ കഴിയാത്തത് ആത്മീയ കണ്ണുകൊണ്ട് കാണുവാൻ യോഹന്നാൻ തയ്യാറാണ്. നമ്മുടെ വെളിപാട് പുസ്തകത്തിൽ ദൈവത്തെ കുറിച്ച് നാം പറയുക. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതികളെ കുറിച്ച് നാം പറയുക. ഹല്ലേലൂയ. ഇന്ന് കർത്താവിന്റെ ആത്മാവിന്റെ രാത്രി പറയുക. അവൻ ഇതേപോലെ തന്നെ ആ വചനം ഇടപെട്ടുള്ള ദൈവാത്മാവ് സംസാരിക്കുന്നത്. അവൻ ചിലതിനെ ആത്മാവ് ഉദ്യമിപ്പിക്കുക, ചിലത് കാണാൻ വേണ്ടി ചിലത് കണ്ടുകളെ ദൈവാത്മാവിന്റെ രാത്രി അവൻ തുറക്കുക. എന്താ ദൈവത്തിന്റെ സമയമാണ്. അവൻ ഇതിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ സമയമായി 2025 അവൻ സ്തോത്രം ചെയ്യുന്നു. വർഷങ്ങളായി നിലവിക്കിടന്ന ഒതുങ്ങിക്കിടന്ന മണ്ഡലത്തിൽ നിന്ന് ദൈവത്തിന്റെ ഉദ്യമിപ്പിക്കുന്ന വർഷങ്ങളെ യേശുവിന്റെ നാമത്തിൽ ദൈവം നമ്മളെ 2025 കൊണ്ടുവന്നതില്ല. ഒരിക്കൽ കൂടെ നിറഞ്ഞ മനസ്സോടെ അനുഭവിക്കുന്ന